അധികൃതരുടെ അവഗണനയിൽ വീർപ്പുമുട്ടി തൃശൂർ കോർപ്പറേഷനിലെ ജനറൽ ആശുപത്രി. ആശുപത്രി കെട്ടിടത്തിലടക്കം കാടുകയറിയ നിലയിലാണ്. കാലപ്പഴക്കത്തെ തുടർന്ന് കെട്ടിടങ്ങൾ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. ചരിത്രത്തിന്റെ താളുകളിൽ നിറപ്പകിട്ടോടെ തലയുയർത്തി നിന്നിരുന്ന ഈ ആതുരാലയം ഇന്ന് അവഗണനയാലും ജാഗ്രതക്കുറവിനാലും കാടുകയറി നശിക്കുകയാണ്. നവീകരണ പ്രവൃത്തികളിലൂടെ നിറം പിടിപ്പിച്ച കെട്ടിടം പുറത്തുനിന്ന് തിളക്കമുള്ളതായി തോന്നാമെങ്കിലും അതിന്റെ ഉള്ള് ആകെ ദുരന്തത്തിന്റെ വക്കിലാണ്. സൺഷെയ്ഡുകൾ തകർന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഓരോ ദിനവും പൊട്ടി വീഴുകയാണ്. ദിവസേന നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയാണ് നാശത്തിലേക്ക് നടന്നെടുക്കുന്നത്. കാലപ്പഴക്കത്താലും ഈർപ്പത്താലും തകർച്ച നേരിടുന്ന ചുറ്റുമതിലുകളും ഈർപ്പം പടർന്ന ചുവരുകളും പൈപ്പുകൾ തകർന്ന് ചോരുന്ന മലിനജലം സൺഷെയ്ഡുകളിൽ കൂടി തട്ടിത്തെറിച്ച് മോർച്ചറി റോഡിലൂടെ പോകുന്ന യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ്. തുടർച്ചയായ കാലാവസ്ഥ മാറ്റത്തെ തുടർന്ന് പകർച്ചവ്യാധി ഭീഷണി നേരിടുമ്പോഴാണ് ആശുപത്രി കെട്ടിടത്തിന്റെ ഈ ദുരവസ്ഥ. കെട്ടിടത്തിന്റെ പുറത്തുള്ള ശോചനീയാവസ്ഥ പോലെ തന്നെ ചികിത്സയുടെ കാര്യത്തിലും ആശുപത്രിയുടെ പ്രവർത്തനം വളരെ പിന്നിലാണെന്ന് ആക്ഷേപമുണ്ട്. സെന്റ് തോമസ് കോളേജ് റോഡിലും മോർച്ചറി റോഡിലും ആശുപത്രിയുടെ കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ കാടുകയറിയ നിലയിലാണ്. ആശുപത്രിയുടെ പരിസര പ്രദേശങ്ങൾ ശുചിയാക്കണമെന്ന് രോഗികളടക്കം ആവശ്യപ്പെടാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയുടെ കെട്ടിടങ്ങളുടെ ബലപരിശോധന നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജനം, തൃശൂർ.